കർത്താവായ ഈശോയെ, മനോഹരമായി സായം സന്ധ്യയിൽ പകലിൻ്റേതായ എല്ലാ അധ്വാനങ്ങൾക്കും ശേഷം ഈശോയെ, ഒരു നിമിഷം നന്ദിയോടെ തിരുമുൻപിൽ ഞങ്ങൾ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും നിൻ്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച, എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്നു കൊണ്ട് നിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ, ഇവരുടെ ഹൃദയത്തിൻ്റെ എല്ലാ വികാര വിചാരങ്ങളെയും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഈശോയെ, ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന മനസ്സിൻ്റെ നൊമ്പരങ്ങളെ, ഭാരങ്ങളെ, പ്രയാസങ്ങളെ കർത്താവേ, സമയം അവിടുന്ന് ഏറ്റെടുക്കണമേ, ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല നിമിഷം നമുക്ക് നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമർപ്പിക്കാം. ഈ രാത്രിയിൽ വിശ്രമിക്കാനായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിനായിട്ട് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളെ നമുക്കൊരു നിമിഷം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഭവനങ്ങളെ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീടിനെ സമർപ്പിക്കുന്നു, വീട് നിൽക്കുന്ന സ്ഥലത്തെ സമർപ്പിക്കുന്നു, അന്തരീക്ഷം ഈശോയെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്താൽ അവയെല്ലാം കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയും മാതാവും വിശുദ്ധ ഔസേപ്പിതാവും തിരുക്കുടുംബം ഒന്നിച്ച് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഈ രാത്രിയിൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീടിന് തുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ മുമ്പിലായി ഈശോയെ നിൻ്റെ തിരുക്കുരിശ് നാട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ 4 ചുറ്റിലും കാവലായി മാലാഖമാരെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ കിണികളിൽ പെട്ടുപോകാതെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, ജീവിത പങ്കാളിയെ എല്ലാം കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ തിരുക്കുരിശിനാൽ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിലും രക്ഷാവലയം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിൻ്റെ കോട്ടകെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, മുറിവേറ്റ നിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഭവനത്തെയും അവിടെയുള്ള ഓരോരുത്തരെയും, ഭവനത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ വീടിനെ കർത്താവെ നീ മറച്ചു പിടിക്കണമേ. തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. സ്വർഗത്തിലെ സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കൂട്ടും കാവലും കോട്ടയും തീർത്ത് ഈ രാത്രി കൂടെയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു തിന്മയുടെ ശക്തികളും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാത്ത വിധം അങ്ങയുടെ തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. തിരുക്കുരിശിനാൽ മുദ്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.
ദൈവമായ കർത്താവിന് സ്തുതി.